നമസ്കാരം. കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് 8ാം ശമ്പള കമ്മീഷന്റെ ഉത്തരവ് നടപ്പിലാക്കൽ. നിലവിലെ 7ാം ശമ്പള കമ്മീഷൻ ഡിസംബറിൽ അവസാനിക്കാനിരിക്കെ ജനുവരിയിൽ പുതിയ ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വരുമോ എന്നാണ് ജീവനക്കാർ ഇപ്പോൾ കൂടുതലായി ഏറ്റവും പ്രധാനത്തോടെ ഉറ്റുനോക്കുന്നത്. ശമ്പളത്തിലും മറ്റ് ആനുകൂല്യങ്ങളിലും വലിയ വർധനവും ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. 8ാം ശമ്പള കമ്മീഷൻ എന്നു മുതൽ നടപ്പിലായി തുടങ്ങും? പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ആരാണ് ഏറ്റവും കൂടുതലായി അർഹരായവർ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം, എന്താണ് 8ാം ശമ്പള കമ്മീഷൻ? കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, അലവൻസുകൾ, പെൻഷൻ എന്നിവ കാലാനുസൃതമായി പരിഷ്കരിക്കുന്നതിനായി രൂപീകരിക്കുന്ന സമിതിയാണ് ഈ 8ാം ശമ്പള കമ്മീഷൻ എന്ന് പറയുന്നത്. സാധാരണയായി ഓരോ 10 വർഷം കൂടുമ്പോഴാണ് പുതിയ ശമ്പള കമ്മീഷൻ നടപ്പിലാക്കാറുള്ളത്. 2016 7ാം ശമ്പള കമ്മീഷൻ നിലവിൽ വന്നത്. 8ാം ശമ്പള കമ്മീഷൻ എന്നു മുതൽ പ്രവർത്തനം തുടങ്ങും? 10 വർഷത്തെ കാലാവധി കണക്കാക്കിയാൽ 2026 ജനുവരി 1 8ാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കേണ്ടതുണ്ട്. എന്നാൽ പുതിയ ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വരുന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സാധാരണയായി കമ്മീഷൻ രൂപീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 12 മുതൽ 18 മാസം വരെ സമയമെടുക്കാറുണ്ട്. അതിനാൽ തന്നെ 2027 പകുതി വരെയെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ വെളിപ്പെടുത്തുന്നത്. എത്ര രൂപ ശമ്പളത്തിൽ വർധനവുണ്ടാകും? 7ാം ശമ്പള കമ്മീഷനിലെ ഫിറ്റ്മെന്റ് ഫാക്ടർ 2.57 ആയിരുന്നു. 8ാം ശമ്പള കമ്മീഷനിൽ ഇത് 3.68 ആക്കി ഉയർത്തണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. ഇത് അംഗീകരിക്കപ്പെട്ടാൽ ശമ്പളത്തിൽ വലിയ മാറ്റമുണ്ടാകും. നിലവിൽ 18,000 രൂപയാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ കുറഞ്ഞ അടിസ്ഥാന ശമ്പളം. പുതിയ ശമ്പള പരിഷ്കരണത്തിലൂടെ ഇത് 26,000 രൂപയോ അതിലധികമോ ആയി ഉയർന്നേക്കാനുള്ള സാധ്യത കൂടുതലാണ്. ജീവനക്കാർക്കൊപ്പം തന്നെ പെൻഷൻകാർക്കും ആനുപാതികമായി വർധനവ് ലഭിക്കും. ഇനി ആർക്കൊക്കെ ഗുണം ലഭിക്കും? 8ാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നത് ഏകദേശം 49 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും 67 ലക്ഷത്തിലധികം പെൻഷൻകാർക്കും നേരിട്ട് പ്രയോജനം ചെയ്യും. മന്ത്രാലയങ്ങൾ, അതോടൊപ്പം തന്നെ വകുപ്പുകൾ, ഓഫീസുകൾ എന്നിവയിടങ്ങളിൽ ഉടനീളം സേവനമനുഷ്ഠിക്കുന്ന എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും ഈ ശമ്പള വർധനവ് ബാധകമാണ്. കേന്ദ്ര സർക്കാർ പെൻഷൻകാരും അതോടൊപ്പം തന്നെ കുടുംബ പെൻഷൻകാർക്കും കേന്ദ്ര സിവിൽ സർവീസ് ശമ്പള ഘടനയിൽ ഉൾപ്പെടുന്ന ജീവനക്കാർ എന്നിവർക്കെല്ലാം ഈ ഒരു ശമ്പള ഘടന അല്ലെങ്കിൽ ശമ്പള വർധനവ് ബാധകമാകും. കേന്ദ്ര സർക്കാർ ജീവനക്കാർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഈ 8ാം ശമ്പള കമ്മീഷൻ വരും. ഇനി അടുത്ത വർഷം ഈ 7ാം ശമ്പള കമ്മീഷന്റെ കാലാവധി ഡിസംബർ 31 അവസാനിക്കാനിരിക്കുന്നു. അതിനുശേഷമാണ് ഈ 8ാം ശമ്പള കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുക. അത് ഡിസംബർ ആദ്യ ആഴ്ചയിൽ തന്നെ ഉണ്ടാകുമോ, അതോ ഇനി ഈ സാമ്പത്തിക വർഷം മാർച്ച് ഏപ്രിൽ കഴിഞ്ഞതിന് ശേഷമാണോ ഇനി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നടക്കമുള്ള വലിയ ചർച്ചകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഇടയിലും നടക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം.